ഗ്രാവിറ്റേഷണൽ വേവ്സ്. സ്പേസിലുണ്ടാവുന്ന വൺ കൈൻഡ് ഓഫ് റിപ്പിൾസിനെ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ വേവ്സ്. സ്പേസിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പിൾസ് ഫോം ചെയ്യുന്നത്? സ്റ്റാറുകൾ ഓർബിറ്റ് ചെയ്യുമ്പോൾ, അതായത് വലിയ സ്റ്റാറുകൾ ഓർബിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾസ് ഓർബിറ്റ് ചെയ്ത് മേർജ് ചെയ്യുമ്പോൾ സ്പേസിൽ റിപ്പിൾസ് ഫോം ചെയ്യും. ദാറ്റ് കൈൻഡ് ഓഫ് റിപ്പിൾസ് ഈസ് നോൺ ആസ് gravitational waves. These gravitational waves travel at the speed of light. So the speed of gravitational waves is 3 into 10 raised to 8 meter per second. നമ്മൾ സ്പേസിനെ പറ്റി പഠിക്കാനായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് മുഴുവനും. അതായത് എക്സ്റേ, അൾട്രാ വയലറ്റ്, വിസിബിള്, മൈക്രോവേവ്. സോ ഈ ടൈപ്പ് ഓഫ് വേവ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്പേസ് പഠിച്ചുകൊണ്ടിരുന്നത്. ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് 1916 ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. 2015 നമ്മൾ ആദ്യമായിട്ട് ഗ്രാവിറ്റേഷണൽ വേവ്സ് ഒബ്സർവ് ചെയ്യുന്നത്. ഗ്രാവിറ്റേഷണൽ വേവ്സ് ഒബ്സർവ് ചെയ്യാനായിട്ട് പല രാജ്യങ്ങളിലും ഒബ്സർവേറ്ററീസ് ഉണ്ട്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒബ്സർവേറ്ററിയാണ് ലേസർ ഇന്റർഫെറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി, ലിഗോ ഒബ്സർവേറ്ററി എന്ന് പറയും. US-ലാണുള്ളത് ലിഗോ ഒബ്സർവേറ്ററി. ലിഗോ ഒബ്സർവേറ്ററി 2015 ഗ്രാവിറ്റേഷണൽ വേവ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. 1.3 ബില്യൺ വർഷങ്ങൾക്ക് മുന്നേ ബ്ലാക്ക് ഹോൾസ് മേർജ് ചെയ്തു. ആ ബ്ലാക്ക് ഹോൾസ് മേർജ് ചെയ്തപ്പം ആ സമയത്ത് ക്രിയേറ്റ് ചെയ്ത ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ് 2015 നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായത് 130 കോടി വർഷങ്ങൾക്ക് മുന്നേ ബ്ലാക്ക് ഹോൾസ് മേർജ് ചെയ്ത് ഫോം ചെയ്ത ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ് 2015 നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഹോൾസിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും, സ്പേസിനെ പറ്റി കൂടുതൽ പഠിക്കാൻ കഴിയും, ന്യൂട്രോൺ സ്റ്റാറുകളെ പറ്റി, അതിൻ്റെ ഫോർമേഷനെ പറ്റി ഒക്കെ കൂടുതൽ വിവരം നമുക്ക് സയൻറ്റിസ്റ്റ് കമ്മ്യൂണിറ്റിക്ക്, ജനങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും. അതിനാണ് വി ആർ ട്രൈങ് ടു സ്റ്റഡി മോർ ആൻഡ് മോർ അബൌട്ട് ഗ്രാവിറ്റേഷണൽ വേവ്സ്. ദീസ് വേവ്സ്, gravitational waves, they are not part of electromagnetic spectrum. So remember, they are not a part of electromagnetic spectrum. നേരത്തെ പറഞ്ഞ പോലെ ലിഗോ ഒബ്സർവേറ്ററി എന്നുള്ള ഒബ്സർവേറ്ററി വെച്ചിട്ടാണ് മെയിൻലി ഗ്രാവിറ്റേഷൻ വേവ്സിനെ പറ്റി പഠിക്കുക. ഈ ഒബ്സർവേറ്ററി എന്ന് പറയുമ്പോൾ ലിഗോ ഒബ്സർവേറ്ററി ഒരു എൽ ഷേപ്ഡ് ഒബ്സർവേറ്ററി ആണ്. നിങ്ങൾക്ക് പടത്തിൽ കാണാൻ കഴിയും. ഒരു എൽ ഷേപ്ഡ് ആണ്. രണ്ട് സൈഡും 4 കിലോമീറ്റർ നീളമുള്ള ഒരു എൽ ഷേപ്ഡ് ഒബ്സർവേറ്ററി ആണ്. ഗ്രാവിറ്റേഷണൽ വേവ്സ് പാസ് ചെയ്യുമ്പം ഏത് ഒബ്ജക്റ്റ് കൂടെ പാസ് ചെയ്യുവാണെങ്കിലും ആ ഒബ്ജക്റ്റ് സ്ട്രെച്ചും സ്ക്വീസ് ആവുകയും ചെയ്യും. സോ ലിഗോ ഒബ്സർവേറ്ററി കൂടെ ഒരു ഗ്രാവിറ്റേഷണൽ വേവ് പാസ് ചെയ്യുമ്പം ഈ ഒബ്സർവേറ്ററിയിൽ സ്ട്രെച്ചിങ്ങും സ്ക്വീസിങ്ങും സംഭവിക്കുന്നതാണ്. സോ എത്രമാത്രം സ്ട്രെച്ചിങ്ങും സ്ക്വീസിങ്ങും വരുന്നതിനനുസരിച്ച് സയൻറ്റിസ്റ്റിന് മനസ്സിലാക്കാൻ കഴിയും ഈ വന്നിരിക്കുന്നത് ഒരു ഗ്രാവിറ്റേഷണൽ വേവ് ആണ് എന്നുള്ളത്. നിങ്ങൾക്ക് പടത്തിൽ കാണാൻ കഴിയും. US-ൽ 2 സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് ലിഗോ ഒബ്സർവേറ്ററി ഉള്ളത്. One is LIGO Hanford Observatory. The second is LIGO Livingston Observatory. LIGO Livingston. LIGO is the world's largest gravitational wave observatory. World's largest. You must know 3 properties of LIGO. One, LIGO is blind. എന്തുകൊണ്ടാണ് LIGO is blind എന്ന് പറയുന്നത്? ഇത് പറയാൻ കാര്യം, LIGO does not see electromagnetic radiation. So എക്സ്റേസോ ഗാമ റേസിനെ പറ്റി ഒന്നും ലിഗോ പഠിക്കുന്നില്ല. ലിഗോ ഒബ്സർവേറ്ററി ഈ പറയുന്ന എക്സ്റേസ് ഗാമ റേസ് ഒന്നും ഐഡന്റിഫൈ ചെയ്യുന്നുമില്ല. ലിഗോ ഒബ്സർവേറ്ററി അതുകൊണ്ടാണ് ബ്ലൈൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് റൗണ്ട്. സാധാരണ ഒരു ഒബ്സർവേറ്ററി എന്ന് പറയുമ്പം ഒന്നുകിൽ ഒരു പാരാബോളിക് ഷേപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ആയിരിക്കാം, ടെലിസ്കോപ്പ് വെച്ചിട്ടായിരിക്കാം. ഇത് റൗണ്ട് ഷേപ്പ് അല്ല. ആസ് യു ഹാവ് സീൻ, എൽ ഷേപ്ഡ് ഒബ്സർവേറ്ററി ആണ് ലിഗോ ഒബ്സർവേറ്ററി. മൂന്നാമത്തത്, എ സിംഗിൾ ഡിറ്റക്ടർ cannot make a discovery all on its own. അതായത് സ്പേസിൽ നിന്ന് പല ഫ്രീക്വൻസിയിലുള്ള നോയ്സ് എർത്തിൽ ഹിറ്റ് ചെയ്യാറുണ്ട്, സ്ഥിരമായിട്ട് ഹിറ്റ് ചെയ്യാറുണ്ട്.
ഇതിൽ ഏതാണ് ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് രണ്ട് ഒബ്സർവേറ്ററീസ് രണ്ട് സ്ഥലങ്ങളിലായിട്ട് വെച്ചിരിക്കുന്നത്. സോ ലിഗോ ഹാൻഫോർഡ് ഒബ്സർവേറ്ററിയിൽ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിൽ ഒരു പെർട്ടിക്കുലർ ഫ്ലക്ച്വേഷൻ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഏതാണ്ട് അതേ ഫ്ലക്ച്വേഷൻ അതേ രീതിയിൽ ലിഗോ ലിവിങ്സ്റ്റണിലും റെക്കോർഡ് ആവണം. എന്നാൽ മാത്രമേ സയന്റിസ്റ്റിന് മനസ്സിലാവത്തുള്ളൂ ഇത് ഒരു ഗ്രാവിറ്റേഷണൽ വേവ് ആണ് എന്നുള്ളത്. സോ എ സിംഗിൾ ഡിറ്റക്ടർ cannot make a discovery all on its own. Another gravitational wave detector or other astronomical instrument must confirm a detection. So remember this much about gravitational waves and LIGO observatory.